ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കണ്ടോ? ഇത് ആക്ച്വലി ഒരു നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ ആണ്. അപ്പം ഇത് കണ്ടപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ആഗ്രഹം ഇതുപോലൊന്ന് ഒരുങ്ങി നമുക്കൊന്ന് വീഡിയോ ചെയ്താലോ എന്ന്. അപ്പം ഇങ്ങനെ നമുക്കിതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കല്ലേ. മാക്സിമം നമ്മൾ ആ ഒരു ലുക്കിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബിഹൈൻഡ് സീനും ഫൈനൽ ലുക്കൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കം ഡിസൈനറാണ്. അപ്പോൾ ഇങ്ങനത്തെ എൻ്റെ ഡിസൈനിങ് വർക്കുകളും മേക്കപ്പ് വർക്കുകളൊക്കെയാണ് ഞാൻ ഈ പേജിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ. നമ്മളിപ്പം മേക്കപ്പ് കൊടുക്കുന്നത് ആ ഒരു ലുക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നൊരു മേക്കപ്പ് ലുക്കാണ് കൊടുക്കുന്നത്. സ്മോക്കി ആയി വിത്ത് ന്യൂഡ് ലിപ്പാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. ആൻഡ് ഹെയർ ഒന്ന് ക്രിംപ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഫൈനൽ ലുക്കിലേക്കുള്ള പ്ലാനിങ്. അപ്പോൾ മേക്കപ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്ലാക്ക് തീമിലാണ് ഔട്ട്ഫിറ്റ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടൊരു ബ്ലാക്ക് മെറ്റൽ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. അത് ലാസ്റ്റ് കൊച്ചി ഷോപ്പിങ്ങിൽ റാൻഡമായിട്ട് ഡിഫറെൻറ്റ് ഷോപ്പുകളിൽ കയറി ഇറങ്ങി കണ്ടുപിടിച്ച കുറച്ച് ഡിസൈനർ ജ്വല്ലറീസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജ്വല്ലറീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പർച്ചേസ് എടുത്ത ജ്വല്ലറീസാണ് നമ്മളിതിലേക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ഔട്ട്ഫിറ്റ് വന്നിട്ട് 12 പാനൽ അനാർക്കലിയാണ് ഡിസൈൻ ആക്കിയിട്ടുള്ളത്. നമ്മൾ തന്നെ ചെയ്തതാണ്. പാർക്കിങ്ങിൽ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങളൊരു പ്ലസ് സൈസുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അധികം വണ്ണമൊന്നും തോന്നിക്കാതെ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കൊക്കെ വെച്ചിട്ടുള്ള ഔട്ട്ഫിറ്റാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷൂട്ടിലുള്ള ഔട്ട്ഫിറ്റ് അടിപൊളിയായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഡാർക്ക് കളർ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. പ്ലെയിൻ അതിനെക്കൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ദുപ്പട്ടാസൊക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ മേക്കപ്പിൻ്റെ അടക്കം നമ്മൾ ആ വീഡിയോ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ആ ഒരു ലുക്ക് ഓരോ ഡീറ്റെയിലിങ് നമുക്കതുപോലെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഡിസ്കഷനിലാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിയാക്ഷൻസൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഫ്ലോയി ആയിട്ട് നല്ല ഒതുങ്ങി കിടക്കുന്നൊരു ഡിസൈനാണ് കേട്ടോ. പാർക്കിങ്ങിൽ ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ജ്വല്ലറീസൊക്കെ മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ജ്വല്ലറി സെറ്റ് ചെയ്യാണ്. ജെറ്റ് ബ്ലാക്കിൽ വരുന്ന ഔട്ട്ഫിറ്റിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാറ്റ് ഫിനിഷ് മേക്കപ്പ് വിത്ത് ഒരു ഓക്സിഡൈസ് ജ്വല്ലറി കൂടി വന്നപ്പം അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ സെറ്റ് ചെയ്തേക്കുന്നത് മെയിൻ പോർഷൻ നമ്മൾ ക്രിംപ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഹെയർ കേളർ വെച്ചിട്ട് എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ജസ്റ്റ് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് മാത്രം അതിനെക്കൊണ്ട് നമ്മൾ ഒരുപാട് ഹെയർ സ്പ്രേ കാര്യങ്ങളൊന്നും യൂസ് ആക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ജ്വല്ലറി സെറ്റിൽ ഏറ്റവും എനിക്കിഷ്ടമായത് ആ ഒരു ലോങ് മാലയാണ് കേട്ടോ. അപ്പം നമ്മൾ ചോക്കർ സെറ്റ് സെറ്റ് ചെയ്ത് 2 മാലയും ഏത് വേണമെന്നുള്ളൊരു ചെറിയ കൺഫ്യൂസ്ഡായി. അപ്പോൾ ഇതായിരുന്നു ഇഷ്ടമായത്. പക്ഷേ കുറച്ച് നോക്കിയപ്പോൾ കുറച്ചും കൂടിയും ആ ഒരു സെക്കൻഡ് സിമ്പിളാണ് ഭംഗിയെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ അതാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ മേക്കപ്പും ജ്വല്ലറി സെറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ബ്രൈഡൽ മേക്കപ്പൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ബുക്കിംഗ് ഓപ്പണാണ്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ഒരു പ്ലെയിൻ വൈൻ ഫാബ്രിക് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ടൊരു കാർപ്പറ്റ് വെച്ചിട്ടാണ് സിമ്പിളായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. അപ്പം ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. ബട്ട് ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അവർക്ക് നമുക്ക് മനസ്സിലാവും ഇതെന്താണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് എന്താണെന്നൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഇനി ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് അനാർക്കലി ആ ഒരു ജ്വല്ലറിയൊക്കെ വന്നപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു മേക്കപ്പിൽ ഭംഗിയില്ലേ ഉണ്ടെന്നുള്ളത് ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, കമൻറ്റ് ചെയ്യാം കേട്ടോ. ബ്രൈഡൽ ആൻഡ് പാർട്ടി വെയർ കസ്റ്റമൈസ്ഡ് ഔട്ട്ഫിറ്റിന് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ബ്രൈഡൽ മേക്കപ്പ് ബുക്കിങ്ങിനും കോൺടാക്ട് ചെയ്യാം. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജെല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.